എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ആർഷിദിനെ കുറിച്ച് സംസാരിക്കുവാനാണ്. അതെ, അഷ്കർ, അഖില എന്നിവരുടെ ക്രൂരതയ്ക്ക് ബലിയാടാക്കപ്പെട്ട അതേ കുഞ്ഞിനെ കുറിച്ച് തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അല്പം വിഷമത്തോടു കൂടിയേ പറയാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചില ക്ലിപ്പ്, അതായത് ഞാൻ ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിയുവാൻ ആയിട്ട് ഇടയാക്കിയത് എൻ്റെ ഒരു സുഹൃത്തിട്ട ഒരു റിയാക്ഷനിലൂടെയാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് അത് കണ്ടത്, ആ ഒരു റിയാക്ഷൻ കണ്ടത്. അപ്പോൾ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് കാര്യം അറിഞ്ഞത്. ഈ ഒരു ഇത്രയും ഒരു നരഹത്യ ഇതിന് പിന്നിലുണ്ടെന്ന് ഞാനങ്ങനെ ഓരോ ന്യൂസും എടുത്ത് നോക്കി. അങ്ങനെ ഓരോ ഡീറ്റെയിൽസായിട്ട് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിയെന്ന് വെച്ചാൽ അവർക്ക് ആ കുഞ്ഞിനെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ മാതാപിതാക്കളുണ്ട്, അവർക്ക് കൊടുത്തുവിടായിരുന്നു. അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിച്ചുവിടായിരുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശിയെ ഏൽപ്പിച്ചുവിടായിരുന്നു. ഇവർ ഈ 1.5 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് ഓർക്കണം, അവൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ പിച്ച വെച്ച് തുടങ്ങുന്ന ആ പ്രായത്തിൽ തന്നെ കുരുന്നിനെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തുമാത്രം പൈശാചികമായ ഒരു ക്രൂരകൃത്യമാണ് ഈ അഷ്കർ എന്ന പിതൃശൂന്യം ചെയ്തത്. അപ്പോൾ ഇവനൊക്കെ ജീവിച്ചിരിക്കാൻ ഒരു അർഹതയുമില്ല. ഇവനൊക്കെ ഇഞ്ചിഞ്ചായിട്ടാണ് കൊല്ലേണ്ടത്, ഒറ്റയടിക്ക് കൊല്ലരുത്. അതായത് വധശിക്ഷയ്ക്ക് വിധിക്കരുത്. ഇഞ്ചിഞ്ചായിട്ട് മദനിയെ കൊന്നതുപോലെ, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും തീവ്രമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് ആ കുഞ്ഞിനെ എങ്ങനെയാണോ ഇവർ പീഡിപ്പിച്ചത് അതിൻ്റെ 10 ഇരട്ടി അനുഭവിപ്പിച്ച് വേണം ഇവനെയൊക്കെ ഇല്ലാതാക്കാൻ. അല്ലാതെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കരുത്. നിയമം എന്ന് പറയുന്നത് ഇവനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ലൂപ്പ് ഹോളുകൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇന്ത്യയിലെ നിയമം ഇവനെ ജയിലിലിട്ടാൽ തന്നെയും ഇവനെ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റി തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ ഇറക്കിവിടും. അപ്പം ആ ഒരു കാര്യത്തിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതായത് ആ ഒരു പ്രവണതയോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇന്ത്യയുടെ നിയമം മാറണം. നിയമം എന്ന് പറയുന്നത് ഷൂട്ട് സൈറ്റ്, അല്ലെങ്കിൽ ഒറ്റയടിക്കുള്ള മരണം ഇവർക്ക് വിധിക്കരുത്. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. അത് എങ്ങനെയെല്ലാം ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ദ്രോഹിച്ച് തന്നെ കൊല്ലണം. മരണം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഒരു സ്വാതന്ത്ര്യമായിരിക്കും. അങ്ങനെ ഇപ്പം ചാകണ്ട. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറയാലോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ കുഞ്ഞിൻ്റെ മുഖം ആലോചിക്കുമ്പോൾ തന്നെ
അവൻ അനുഭവിച്ച വേദന എത്രത്തോളമായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം വരുൺ സമൻ ഫ്രം നേർക്കാഴ്ച.